തഹാവൂർ റാണയെ കസ്റ്റഡിയിലെടുത്ത ശേഷം 24 ചോദ്യങ്ങളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുകയാണ് ഇപ്പോൾ NIA എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. തഹാവൂർ റാണ 18 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. ഇതിൽ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും ചോദ്യം ചെയ്യപ്പെടും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. NIA ആസ്ഥാനത്തിന്റെ താഴെയുള്ള നിലയിൽ നിർമ്മിച്ച 14x14 വലിപ്പമുള്ള ജയിലിലാണ് തഹാവൂറിനെ പാർപ്പിക്കുക. CIG ജയ റോയിയുടെ നേതൃത്വത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ സംഘം. അമേരിക്കയിൽ നിന്ന് റാണയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിൽ റോയിയുടെ പങ്ക് പ്രധാനമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും ഈ 24 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ NIA തഹാവൂർ റാണയോട് ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. നമുക്ക് ആ 24 ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, 2008 നവംബർ 26 ഇയാൾ എവിടെയായിരുന്നു? രണ്ടാമത്, 2008 നവംബർ 8 2008 നവംബർ 21 ഇടയിൽ ഇയാൾ എന്തിനാണ് ഇന്ത്യയിൽ വന്നത്? ആ സമയത്ത് അദ്ദേഹം എവിടെയാണ് പോയത്? ഇനി 3, തഹാവൂർ റാണ ഇന്ത്യയിൽ ആരെയാണ് എവിടെയാണ് കണ്ടുമുട്ടിയത്? 4, നവംബർ 20 മുംബൈയിൽ നടന്ന പ്രധാന ഭീകരാക്രമണത്തെക്കുറിച്ച് തഹാവൂർ റാണയ്ക്ക് എന്ത് വിവരമാണ് ഉണ്ടായിരുന്നത്? ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ എത്ര നാളായി അറിയാം? എന്തിനാണ് അയാൾ വ്യാജ വിസയിൽ അയാളെ ഇന്ത്യയിലേക്ക് അയച്ചത് എന്നുള്ളതാണ് 5ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആക്രമണ പദ്ധതികളെക്കുറിച്ച് ഡേവിഡ് ഹെഡ്ലി തഹാവൂർ റാണയോട് എന്താണ് പറഞ്ഞത്? അയാൾ എവിടേക്കാണ് പോയത്? ഇതാണ് 6ാമത്തെ ചോദ്യം. മുംബൈ ഭീകരാക്രമണത്തിൽ തഹാവൂറിന്റെയും ഹെഡ്ലിയുടെയും പങ്ക് എന്തായിരുന്നു എന്നുള്ളതാണ് 7ാമത്തെ ചോദ്യം. ഡേവിഡിന് ഇന്ത്യൻ വിസ ലഭിക്കാൻ നിങ്ങൾ എങ്ങനെയാണ് സഹായിച്ചത് എന്നുള്ളത് അടുത്ത ചോദ്യം. ലഷ്കർ ഇ ത്വയ്ബയെ നിങ്ങൾ എങ്ങനെ സഹായിച്ചു? സഹായത്തിന് പകരമായി നിങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നുള്ളത് 12ാമത്തെ ചോദ്യം. ഹാഫിസ് സെയ്ദിനെ കൂടാതെ ലഷ്കർ ഇ ത്വയ്ബയിൽ നിങ്ങൾക്ക് എത്ര പേരെ അറിയാം എന്നുള്ളത് 13ാമത്തെ ചോദ്യം. ഏറ്റവും കൂടുതൽ ഫണ്ട് നൽകുന്ന ലഷ്കർ ഇ ത്വയ്ബ നടത്തുന്ന ഫണ്ട് എവിടെ നിന്നാണ്? ലഷ്കർ ഇ ത്വയ്ബ നടത്തുന്നതിന് ഫണ്ട് എവിടെ നിന്നാണ് വരുന്നത്? അതായത് അവരുടെ സാമ്പത്തിക സ്രോതസ് എന്താണ് എന്നുള്ളതാണ് 14ാമത്തെ ചോദ്യം. പാകിസ്ഥാൻ സൈന്യവും ISIയും എങ്ങനെയാണ് താങ്കളെ സഹായിക്കുന്നത് എന്നുള്ളത് 15ാമത്തെ ചോദ്യം. ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങൾ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? ISI എന്ത് നിർദ്ദേശങ്ങൾ നൽകി എന്നുള്ളത് 16ാമത്തെ ചോദ്യം. ലഷ്കർ ഇ ത്വയ്ബയിൽ ആരാണ് പരിശീലനം നൽകുന്നത്? അത് എങ്ങനെയാണ് റിക്രൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് 17ാമത്തെ ചോദ്യം. എന്തുകൊണ്ട് നിങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ ജോലി ഉപേക്ഷിച്ച് തീവ്രവാദത്തിന്റെ പാത സ്വീകരിച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. പാകിസ്ഥാൻ രഹസ്യ ഏജൻസിയായുള്ള ISIയുമായുള്ള ബന്ധം എന്തായിരുന്നു? ISIയുടെ ഭാഗത്തു നിന്നും മുംബൈ ആക്രമണത്തിൽ മേജർ ഇക്ബാലും സമീർ അലിയും മാത്രമാണ് ഉൾപ്പെട്ടിരുന്നത്. അതേ മുതിർന്ന ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ടിരുന്നു. ISIക്ക് പുറമെ പാകിസ്ഥാൻ സർക്കാരും ഈ ഭീകരാക്രമണത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നു. ആക്രമണ സമയത്ത് ഭീകരർക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങൾ നൽകി? ചാവേർ ആക്രമണങ്ങൾ തയ്യാറെടുക്കാൻ ആൺകുട്ടികളോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത് എന്നുള്ളതാണ് അടുത്ത ചോദ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.